പാർട്ടി പ്രവർത്തകർ ഓരോ പ്രദേശത്തും വീടുകൾ പോകുക എന്നുള്ളത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, പാർട്ടി പത്രം ചേർക്കാൻ വേണ്ടി മാത്രമല്ല, സംഭാവന പിരിക്കാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങളുമായിട്ട് നിത്യബന്ധം പാർട്ടിക്ക് ഉണ്ട്. ഇപ്പോൾ പാർട്ടി കൈക്കൊണ്ട തീരുമാനമെന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഈ സമയത്ത് എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്നവർ കഴിയുന്നിടത്തോളം വീടുകളിൽ പോയിട്ട് പ്രത്യേകം എന്താണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചോ അതിൽ പാർട്ടിയുടെയും LDFന്റെയും നിലപാടുകളെക്കുറിച്ചും പറയാനുള്ളത്, പരാതികൾ എന്തെങ്കിലും ഉണ്ടോ, വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അതിൽ തുറന്നു പറയുന്ന കാര്യം, CPMനും LDFനും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള വിജയം ഉണ്ടായില്ല. പല സ്ഥലത്തും തിരിച്ചടികളുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP മേയർ വരുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ അതെല്ലാം ഗൗരവമായിട്ട് കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അപ്പോൾ അതിൽ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ പലതും ഉണ്ട്. ഇപ്പം തന്നെ വ്യാപകമായ തോതിൽ പണം വിതരണം ചെയ്ത്, അപ്പോൾ വോട്ട് വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വാർഡിൽ തന്നെ ദൂരെ നിന്ന് വന്ന ഒരു BJPയുടെ പ്രതിനിധി ആണ് മത്സരിച്ചത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വോട്ട് വാങ്ങാൻ വേണ്ടി വിതരണം ചെയ്ത തുക അതെന്താണെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ വീട്ടിലൊന്ന് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ BJPയുടെയും RSSന്റെയും ഈ സ്ത്രീ വിരുദ്ധത കോട്ട് ആൻഡ് കോട്ട് വ്യക്തമാണ്. കാര്യം ആണുങ്ങൾക്ക് കൊടുത്തതിന്റെ പകുതിയെ സ്ത്രീകളുടെ വോട്ട് വാങ്ങാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വോട്ട് കച്ചവടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. ഉത്തരേന്ത്യയിലെല്ലാം മസിൽ പവറും മണി പവറും എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഗുണ്ട സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ആളുകളെ പിന്നിൽ നിർത്തുന്ന RSSന്റെയും സംഘപരിവാറിന്റെയും സമീപനം, അതോടൊപ്പം വലിയ തോതിൽ പണം ചെലവഴിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ ആധിപത്യം നേടുന്ന സമീപനം. ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് കണ്ടതാണ്. രണ്ട് തരത്തിലാണ് അവിടെ പണം ഉപയോഗിച്ചത്. ഒന്ന്, ഗവൺമെന്റിൽ നിന്നും ഒരു പദ്ധതിയുടെ ഭാഗം എന്നുള്ള തരത്തിൽ സ്ത്രീകൾക്ക് മുഴുവൻ 10,000 രൂപ വെച്ച് കൊടുത്തിട്ട്, ഇലക്ഷന് തൊട്ട് മുമ്പ് കൊടുത്തിട്ട്, ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് തരും. ഈ എന്റർപ്രണർഷിപ്പിന് എന്നുള്ള പേരിലാണ്, സംരംഭകർ എന്നുള്ള തരത്തിലാണ്. ഇതിന് പുറമെ വോട്ടിന് കൂലിയും കൊടുക്കുന്നു. അപ്പോൾ ഉത്തരേന്ത്യയിലെ ഈ കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നത് പോലുള്ള വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായ രീതി കേരളത്തിലേക്കും തിരുവനന്തപുരം നഗരത്തിലേക്കും ഒക്കെ RSS കൊണ്ടുവരികയാണ്. കോൺഗ്രസും UDFും മുസ്ലിം ലീഗും ഈ തരത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും നടത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ ഞാൻ കൊല്ലം ജില്ലയിൽ, കൊല്ലം പട്ടണത്തിൽ പല സ്ഥലത്തും പോയിരുന്നു. അപ്പോൾ അവിടെ ആളുകൾ വളരെ ഗൗരവമായിട്ട് ഈ ഗൃഹസന്ദർശനത്തോട് പ്രതികരിക്കുകയുണ്ടായി. ഇത്ര മികച്ച വികസന പ്രവർത്തനങ്ങളും ഇത്ര മികച്ച ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ, ഞങ്ങൾ പോയ സ്ഥലങ്ങളിലെല്ലാം പലതരത്തിലുള്ള ആളുകളെടുത്ത് പോയി അവിടെ എല്ലാ ആളുകൾ പറഞ്ഞത്. അതേസമയം ഒരുപാട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളപ്രചാര വേലകൾ നടന്നിട്ടുണ്ട്. ഇപ്പം പാരഡി പാട്ടുണ്ടാക്കിയല്ലോ. ശബരിമലയിൽ ഉണ്ടായ പ്രശ്നം, അവിടെ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന് അറിയപ്പെടുന്ന സംഭവം, അത് വളരെ സൂക്ഷ്മമായിട്ട് ഈ ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. എന്നാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരെല്ലാമാണ് അവിടെ സ്വർണം കെട്ടതെന്ന് പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധം ഒരു പാരഡി ഗാനമായിട്ടിറക്കി അടിത്തട്ടിലൂടെ കള്ളപ്രചാര വേല നടത്തിയിട്ടുണ്ട്. അത് കുറേ പേരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ഇന്നലെയും ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. ഇന്നലെ വീടുകളിൽ പോയപ്പോൾ മനസ്സിലാക്കിയതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു മുൻ MLA കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, മുതിർന്ന കൊല്ലത്തെ നേതാവ് കൂടിയാണ്. എങ്ങനെയാണ് പാർട്ടി വിലയിരുത്തുന്നത്? അല്ല, ഞാൻ ഇന്നലെ കൊല്ലത്തതിനെ കുറിച്ച് പ്രതികരിച്ചതാണ്. അതിൻ്റെ ഒരു ആവർത്തനമാണ്. അവർ പറഞ്ഞത് എന്നെ വേണ്ട പോലെ അംഗീകരിച്ചിട്ടില്ല, എന്നെ അവഗണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ട് അടിയന്തരാവസ്ഥ കാലം മുതൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കൗൺസിലറോ പോലും ആയിട്ടില്ല, മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഇത് 3 തവണ
ഞാൻ ആദ്യമായിട്ട് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് 2006 അഡ്വക്കേറ്റ് ഐഷ പോറ്റി മത്സരിച്ചത്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദം ഉള്ള അത്തരത്തിലുള്ള ഊഷ്മളമായ ബന്ധമാണ് തമ്മിലുള്ളത്. പക്ഷെ 3 തവണ MLA ആയ ഒരാൾ, 1 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരാൾ എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പറയുന്നത് എത്ര ആത്മാർത്ഥതയില്ലാത്തൊരു പ്രസ്താവനയാണ്. എൻ്റെ ഒരു മുൻ സഹപ്രവർത്തകയെക്കുറിച്ച് ആത്മാർത്ഥതയില്ലാത്തവരെന്നൊക്കെ വിമർശിക്കേണ്ടി വരുന്നത് സങ്കടകരമാണ്. പക്ഷെ ഇങ്ങനെ പാർട്ടിയെക്കുറിച്ച് ഒരു കുറ്റാരോപണം നടത്തുന്നത് 10,000-കണക്കിന് പാർട്ടി സഖാക്കൾക്ക് കിട്ടാത്ത അംഗീകാരവും പ്രാധാന്യവും പദവികളും ലഭിച്ചിട്ടാണിത് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഒരു ദയനീയ സ്ഥിതി ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. പാർട്ടിയിൽ വരുന്ന ആളുകളെ നല്ല തലത്തിൽ പാർട്ടിയെക്കുറിച്ച് പഠിപ്പിച്ച് കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും ഈ ഐഷ പോറ്റി സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വിസ്മയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിസ്മയം തുടക്കത്തിലെ പാളിപ്പോയി എന്നാണോ? കാരണം കേരള കോൺഗ്രസ് നിലപാട് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലെ ഒന്നാമത്തെ കാര്യം, ഈ UDFൻ്റെ കണക്കുകൂട്ടലുകൾ ഈ വിഷയത്തിൽ പിഴച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, സീറ്റ് വർദ്ധിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നെല്ലാം പ്രചരിപ്പിച്ചിരുന്നത് അവർക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മുന്നോട്ട് പ്രതീക്ഷയോടെ പോകാൻ പറ്റണമെങ്കിൽ ഇനിയും കുറേ പാർട്ടികൾ കൂടി UDFലേക്ക് വന്നേ പറ്റുള്ളൂ. UDFന് തനതായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കരുത്തില്ല എന്ന കാര്യം UDF തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം. VD സതീശന്റെ പരസ്യ പ്രസ്താവന എന്ന് പറഞ്ഞാൽ LDFൽ നിന്നും NDAയിൽ നിന്നും BJP മുന്നണിയിൽ നിന്നും LDF മുന്നണിയിൽ നിന്നും ഞങ്ങൾ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. അപ്പം UDFന്റെ തനതായി കരുത്തില്ല എന്നുള്ള ദയനീയ സ്ഥിതി കൂടി വ്യക്തമാവുന്നുണ്ട്. ശ്രീ ജോസ് കെ മാണി അസന്നിഗ്ധമായ ഭാഷയിൽ അതിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. UDF എത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണെന്നാണ് യഥാർത്ഥത്തിൽ ഈ സംഭവവികാസങ്ങൾ വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന UDFന്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം.